ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ഇംപ്രൂവ്മെന്റ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ? ലൈറ്റ് റിയാക്ഷനിൽ വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന പ്രോസസ്സിനെ എന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? ഫോട്ടോളിസിസ് അല്ലേ? ഫോട്ടോളിസിസ് is the splitting of water into hydrogen and oxygen during light reaction. Next question, which light range is least effective in photosynthesis? വിസിബിൾ സ്പെക്ട്രത്തിലെ ഏത് ലൈറ്റ് ആണ് ഫോട്ടോസിന്തസിസിലെ ലീസ്റ്റ് എഫക്റ്റീവ് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഗ്രീൻ അല്ലേ? ഗ്രീൻ ലൈറ്റിലാണ് ഫോട്ടോസിന്തസിസ് ഏറ്റവും കുറച്ച് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് ലൈറ്റിലാണ് മോർ ഫോട്ടോസിന്തസിസ് കാണിക്കുന്നത്? ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് കൂടുതൽ ഫോട്ടോസിന്തസിസ് റേറ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ്, which products formed during the light reaction of photosynthesis are used to drive the dark reaction? ലൈറ്റ് റിയാക്ഷനിലെ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഡാർക്ക് റിയാക്ഷനിലേക്ക് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെയാ? ATP ആൻഡ് NADPH2. ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയും NADPHും ഡാർക്ക് റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡാസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡിക്രീസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ? ഹൈ ടെമ്പറേച്ചറിൽ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയുന്നു. ഇതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. എൻസൈംസ് പ്രസന്റ് ഇൻ സ്ട്രോമ അണ്ടർഗോസ് ഡീനാച്ചുറേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ സ്ട്രോമയിലുള്ള എൻസൈമിന് ഡീനാച്ചുറേഷൻ നടക്കുകയും അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയുകയും ചെയ്യുന്നു. ഫോട്ടോസിന്തസിസിന് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ടെമ്പറേച്ചർ ആണ് വേണ്ടത്. അതിൽ കൂടിയാലും കുറഞ്ഞാലും ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറവ് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മുമ്പ് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അറിയാലോ, ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ എന്ന ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. C4 cycle is called so because of the presence of a C4 acid in the cycle. Name that C4 acid and how does it form? Hatch-Slack pathway also called C4 cycle. എന്തുകൊണ്ടാണ് ഈ സൈക്കിളിന് C4 സൈക്കിൾ എന്ന പേര് വന്നത്? ഒരു C4 ആസിഡിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഏതാണ് ആ C4 ആസിഡ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് അല്ലെ? ഓക്സാലോ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ OAA എന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. മാത്രമല്ല, ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേയിലെ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ് ഓക്സാലോ അസറ്റിക് ആസിഡ്. അതുകൊണ്ടാണ് ഈ ഒരു സൈക്കിളിന് C4 സൈക്കിൾ എന്നുകൂടി പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയ ഓക്സാലോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്? 3 കാർബൺ കോമ്പൗണ്ട് ആയ PEP അല്ലെങ്കിൽ ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഒരു CO2മായി കമ്പൈൻ ചെയ്ത് 4 കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാലോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് PEPKase അല്ലെങ്കിൽ PEP കാർബോക്സിലേസ് എൻസൈം. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് കാൽവിൻ സൈക്കിൾ ഈസ് നോൺ ആസ് C3 സൈക്കിൾ. കാൽവിൻ സൈക്കിളിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് കാൽവിൻ സൈക്കിളിന് C3 സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഏതാണ് ആ 3 കാർബൺ കോമ്പൗണ്ട്? 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. എങ്ങനെയാണ് ഈ 3 കാർബൺ കോമ്പൗണ്ട് ആയ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 3PGA ഫോം ചെയ്യുന്നത്? ഒരു CO2 മോളിക്യൂള് 5 കാർബൺ കോമ്പൗണ്ട് ആയ RUBPയുമായി കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട്, ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഈ 6 കാർബൺ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഫോം ചെയ്ത ഉടനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 3 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഈ 3 കാർബൺ കോമ്പൗണ്ട് ആണ് 3PGA. ഇതാണ് കാൽവിൻ സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് കാൽവിൻ സൈക്കിളിനെ C3 സൈക്കിൾ എന്നുകൂടി പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് റുബിസ്കോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറോഫിൽ B ആൻഡ് കരോട്ടിനോയിഡ്സ് ആർ നോൺ ആസ് അക്സസറി പിഗ്മെന്റ്സ്. ഗിവ് ദ റീസൺ. ക്ലോറോഫിൽ ബിനെയും കരോട്ടിനോയിഡ്സിനെയും അക്സസറി പിഗ്മെന്റ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? പിഗ്മെന്റ് മോളിക്യൂൾസിലെ റിയാക്ഷൻ സെന്റർ ഏതാണ്? ക്ലോറോഫിൽ A.
അല്ലേ? ഈ റിയാക്ഷൻ സെൻറ്റർ ആയ ക്ലോറോഫിൽ എയിലേക്ക് ലൈറ്റ് എനർജിയെ കളക്ട് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പിഗ്മെന്റ് മോളിക്യൂൾസ് ആണ് ക്ലോറോഫിൽ ബിയും കരോട്ടിനോയിഡ്സ്. സോ ദീസ് പിഗ്മെന്റ്സ് ആർ കോൾഡ് അക്സസറി പിഗ്മെന്റ്സ് ഓർ ആന്റിന പിഗ്മെന്റ്സ്. Next question, arrange the following events in the appropriate boxes. Formation of ATP and NADPH2, only photosystem 1 is functional. Formation of ATP only, both photosystem 1 and photosystem 2 are involved. Splitting of water and നോ ഓക്സിജൻ റിലീസ്. ഇത്രയും പോയിന്റ്സിനെ അപ്രോപ്രിയേറ്റ് ബോക്സിനകത്ത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് ബോക്സസ്? ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നെക്സ്റ്റ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഈ പോയിന്റ്സിൽ ഏതൊക്കെയാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ വരുന്നതെന്നും ഏതൊക്കെയാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ വരുന്നതെന്നും അറിയണം. ഫസ്റ്റ്, ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH2. ATPയും NADPHും ഫോം ചെയ്യുന്നത് ഏതിനകത്താണ്? ATPയും NADPHും ഫോം ചെയ്യുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലോ ATP മാത്രമാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോം ചെയ്യുന്നത്. സോ ഫോർമേഷൻ ഓഫ് ATP ഒൺലി എന്ന തേർഡ് പോയിന്റ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. ഇനി ഒൺലി ഫോട്ടോസിസ്റ്റം 1 ഈസ് ഫങ്ഷണൽ എന്നത് എന്തിൻ്റെ ക്യാരക്ടറാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വരുന്നതാണ് അല്ലേ? നോൺ സൈക്ലിക്കിൽ ഏത് വരും? ബോത്ത് ഫോട്ടോസിസ്റ്റം 1 ആൻഡ് 2 ആർ ഇൻവോൾവ്ഡ്. നെക്സ്റ്റ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. എന്താ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആണ് എന്ത്? ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ അല്ലേ? ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിൻ്റെ പ്രസൻസിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് ഇതിൽ എവിടെയാണ് നടക്കുന്നത്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ് നടക്കുന്നത് അല്ലേ? നോ ഓക്സിജൻ റിലീസ് എന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലും. നോ ഓക്സിജൻ റിലീസ് മീൻസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോളിസിസ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജനെ റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം നമുക്ക്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒൺലി ഫോട്ടോസിസ്റ്റം 1 ഈസ് ഫങ്ഷണൽ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോസിസ്റ്റം 1ഉം ഫോട്ടോസിസ്റ്റം 2ഉം ഫങ്ഷണലാണ്. അതുപോലെ ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH2 എന്നുള്ളത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ വരുന്നതാണ്. ATPയും NADPHും ഫോം ചെയ്യുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ATP മാത്രമാണ് ഫോം ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, അതായത് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ, അത് നടക്കുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. എന്നിട്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ബട്ട് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലോ ഇവിടെ വാട്ടറിൻ്റെ സ്പ്ലിറ്റിങ്, അതായത് ഫോട്ടോളിസിസ് നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജനെ റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ തമ്മിലുള്ള ബേസിക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതേപോലെ കുറേ ക്യാരക്ടേഴ്സ് തന്നിട്ട് രണ്ട് ബോക്സിലായിട്ട് എഴുതാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് ചോദിച്ചാലും അപ്പോൾ നമുക്ക് എഴുതാമല്ലോ. പിന്നെ ഓർക്കാൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് നോൺ സൈക്ലിക് ആണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് ഓൾസോ കോൾഡ് Z സ്കീമ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. C4 പ്ലാന്റ്സ് PEP കേസ്, ദെൻ C3 പ്ലാന്റ്സ് ഡാഷ്. ഇവിടെ C3 പ്ലാന്റ്സിൽ ഫസ്റ്റ് എൻസൈമാണ് PEP കേസ് അല്ലെങ്കിൽ PEP കാർബോക്സിലേസ് എന്ന് പറയുന്നത്. അതുപോലെ C3 പ്ലാന്റ്സിൽ RUBP PGA ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? റുബിസ്കോ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. C4 പ്ലാന്റ്സിൽ ഫസ്റ്റ് കാർബൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? PEP അല്ലെങ്കിൽ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ്. PEP ആണ് C4 സൈക്കിളിലെ ഫസ്റ്റ് CO2 അക്സെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ C4 സൈക്കിളിൽ ആദ്യം PEP CO2നെ അക്സെപ്റ്റ് ചെയ്തിട്ട്, PEP എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 3 കാർബൺ കോമ്പൗണ്ട് ആയ PEP ഒരു CO2നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഏതാണ് ആ 4 കാർബൺ കോമ്പൗണ്ട്? ഓക്സാലോ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ OAA.
ഇതാണ് ഈ ഒരു ഓക്സാലോ അസിറ്റിക് ആസിഡ് ആണ് C4 സൈക്കിളിൽ ഫോം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്. ഈ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയ ഓക്സാലോ അസിറ്റിക് ആസിഡ് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ് അല്ലെ. അതുകൊണ്ടാണ് ഈ സൈക്കിളിന് C4 സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി C3യിലെ ഫസ്റ്റ് കാർബൺ CO2 അക്സെപ്റ്റർ ആരാണ്? C3യിലെ ഫസ്റ്റ് CO2 അക്സെപ്റ്റർ RuBp ആണ്. RuBp എന്ന് പറയുന്ന ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 5 കാർബൺ കോമ്പൗണ്ട് ആയ RuBp CO2നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഈ 6 കാർബൺ കോമ്പൗണ്ട് എന്നുള്ളത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഫോം ചെയ്ത ഉടനെ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. ഏതാണ് ഈ 3 കാർബൺ കോമ്പൗണ്ട്? 3PGA അല്ലെങ്കിൽ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യും. 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്സ് ഫോം ചെയ്യും. അപ്പോൾ C3 സൈക്കിളിൽ ആദ്യം ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് PGA ആണ്. ഈ PGA എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഈ സൈക്കിളിനെ C3 സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കാം. C4 സൈക്കിളിൽ ഫസ്റ്റ് CO2 അക്സെപ്റ്റർ PEP ആണ്. ബട്ട് C3 സൈക്കിളിൽ ഫസ്റ്റ് CO2 അക്സെപ്റ്റർ RuBp ആണ്. അതുപോലെ C4 സൈക്കിളിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സാലോ അസിറ്റിക് ആസിഡ് ആണ്. അതുപോലെ C3 സൈക്കിളിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് PGA ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? C4 പ്ലാന്റ്സ് PEP കേസ് അല്ലെങ്കിൽ PEP കാർബോക്സിലേസ്. ഈ ഒരു പ്രോസസ്സിനെ C4 പ്ലാന്റ്സിൽ PEP CO2നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഓക്സാലോ അസിറ്റിക് ആസിഡ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് PEP കേസ്. അതുപോലെ തന്നെ C3 പ്ലാന്റ്സിൽ RuBp CO2നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് PGA ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? റുബിസ്കോ എന്ന എൻസൈമാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് CO2 ഫിക്സേഷൻ ഇൻ C4 പ്ലാന്റ് ഈസ് ഡാഷ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. എന്താണ് ക്വസ്റ്റ്യൻ? C4 പ്ലാന്റ്സിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്? ഓക്സാലോ അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ OAA. ഇതാണ് C4 സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് മാറിപ്പോകരുത്. C3 സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്തായിരുന്നു? PGA ആണോ അല്ലേ? അതുപോലെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കണം. ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണോ അതോ ഫസ്റ്റ് CO2 അക്സെപ്റ്റർ ആണോ എന്ന് നോക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ്, അത് ഓക്സാലോ അസിറ്റിക് ആസിഡ് ആണ്. ഇനി ഫസ്റ്റ് CO2 അക്സെപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? അപ്പോൾ PEP ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ C3 സൈക്കിളിലും ഫസ്റ്റ് CO2 അക്സെപ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? RuBp ആണ്. അതുപോലെ C3 സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് PGA ആണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മാറിപ്പോകാതിരിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത്. Next question. Photosynthesis is a process influenced by environmental factors as well as plant factors. Mention 3 factors under each category. ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഈ ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സും പ്ലാന്റ് ഫാക്ടേഴ്സും. ഇതിൽ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു 3 ഫാക്ടറും അതുപോലെ പ്ലാന്റ് ഫാക്ടേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു 3 ഫാക്ടറും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? സൺലൈറ്റ്, ടെമ്പറേച്ചർ, CO2, അതുപോലെ വാട്ടർ, ഇതെല്ലാം ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ പ്ലാന്റ് ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരാം? നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ലീവ്സ്. എന്തൊക്കെയാണ്? ലീഫിൻ്റെ നമ്പർ, സൈസ്, ഏജ്, ലീഫിൻ്റെ ഓറിയൻറ്റേഷൻ, ഇതെല്ലാം പ്ലാന്റ് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ ഇൻറ്റേർണൽ CO2 കോൺസെൻട്രേഷൻ, എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ, ഇതെല്ലാം എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ല, മറിച്ച് പ്ലാന്റിനകത്ത് തന്നെയുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഈ പ്ലാന്റ് ഫാക്ടേഴ്സും ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ, എന്താണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ? C4 സൈക്കിൾ, അതിൻ്റെ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്, പക്ഷെ കംപ്ലീറ്റ് അല്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് എയും ബിയും എന്താണെന്ന് നമുക്ക് ഫിൽ ചെയ്യണം. എ എന്താണ്? എ എന്ന് പറയുന്നത് മീസോഫിൽ സെല്ലാണ്. ബി എന്ന് പറയുന്നത് ബണ്ടിൽ ഷീത്ത് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് C4 ആസിഡ്. മെൻഷൻ ദ എൻസൈം ഇൻവോൾവ് ഇൻ ഇറ്റ്. അതായത്
C4 ആസിഡ് ഫോം ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്താണ് C4 ആസിഡ് എന്ന് പറയുന്നത്? ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് C4 ആസിഡ്. C4 സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് അതാണ് C4 ആസിഡ് അല്ലെങ്കിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 3 കാർബൺ കോമ്പൗണ്ടായ PEP അറ്റ്മോസ്ഫിയറിൽ നിന്ന് CO2നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് ഏത്? PEP കേസ് അല്ലെങ്കിൽ PEP കാർബോക്സിലേസ്. അപ്പോൾ മെൻഷൻ ദ എൻസൈം ഇൻവോൾവ് ഇൻ ഇറ്റ് എന്നുള്ളതിൻ്റെ ആൻസർ PEP കേസ് എന്നാണ്. നെക്സ്റ്റ്, ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ആരാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ പ്രൊപ്പോസ് ചെയ്തത്? ബ്ലാക്ക്മാൻ ആണ് അല്ലേ? ബ്ലാക്ക്മാൻ ആണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ പ്രൊപ്പോസ് ചെയ്തത്. Next question, an enzyme present in plants which shows the carboxylation and oxygenation activity. Identify the enzyme. പ്ലാന്റ്സിൽ കാർബോക്സിലേഷൻ പ്രോസസ്സും അതുപോലെ ഓക്സിജനേഷൻ പ്രോസസ്സും രണ്ടും ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? റുബിസ്കോയാണ് അല്ലേ? റുബിസ്കോ നമ്മൾ എവിടെയാണ് പഠിച്ചത്? C3 സൈക്കിളിൽ അല്ലേ? C3 സൈക്കിളിൽ കാർബോക്സിലേഷന് ഹെൽപ്പ് ചെയ്യുന്നത് റുബിസ്കോ ആണ് അല്ലേ? അതായത് CO2നെ RUBP അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് PG ആക്കി മാറ്റുന്നു. ഈ ഒരു കാർബോക്സിലേഷൻ എന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് റുബിസ്കോ. ഈ റുബിസ്കോ തന്നെ ഫോട്ടോ റെസ്പിറേഷനിലെ CO2ന് പകരം ഓക്സിജനായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിന് ഓക്സിജനേഷൻ എന്ന് പറയും. അപ്പോൾ റുബിസ്കോ തന്നെ കാർബോക്സിലേഷനും നടത്തുന്നുണ്ട്, ഓക്സിജനേഷനും നടത്തുന്നുണ്ട്. Next question, photophosphorylation take place during photosynthesis. Name the types of photophosphorylation, distinguish between them. ഇവിടെ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്, any two differences. എന്താണ് ക്വസ്റ്റ്യൻ? ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെ? നെയിം ദ ടൈപ്സ് ഓഫ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഫോട്ടോഫോസ്ഫോറിലേഷൻ 2 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും. ഇനി ഈ രണ്ടും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ തമ്മിലുള്ള ഡിഫറൻസസ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. ഇവിടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. മാത്രമല്ല ATP മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ, NADPH ഫോം ചെയ്യുന്നില്ല. ATP മാത്രമാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോം ചെയ്യുന്നത്. കൂടാതെ ഇവിടെ ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജനും റിലീസ് ചെയ്യുന്നില്ല. ഇനി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ എങ്ങനെയാണ്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ സൈക്ലിക് പ്രോസസ്സാണ്. ഇവിടെ ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ഫങ്ഷനിലാണ്. മാത്രമല്ല ATPയും അതുകൂടാതെ NADPH2ഉം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ, അതായത് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് എവിടെ നടക്കുന്നുണ്ട്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജന് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. രണ്ടെണ്ണമാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. ആ ആൻസർ തന്നെ നോക്കിയാൽ മതി. നെക്സ്റ്റ്, ഡിഫൈൻ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ബ്ലാക്ക്മാൻ്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇഫ് എ കെമിക്കൽ പ്രോസസ് ഇസ് എഫക്റ്റഡ് ബൈ മോർ ദാൻ 1 ഫാക്ടർ, ദെൻ ഇറ്റ്സ് റേറ്റ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഫാക്ടർ വിച്ച് ഈസ് നിയറസ്റ്റ് ടു ഇറ്റ്സ് മിനിമൽ വാല്യൂ. ഒരു കെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതായിരിക്കും? മിനിമൽ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാക്ടർ ആയിരിക്കും ഈ ഒരു പ്രോസസ്സിൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത്. ഇതാണ് ബ്ലാക്ക്മാൻ്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Next question, an important difference between C3 and C4 plant is photorespiration. Explain how photorespiration occurs in C3 plants. C3 and C4 plants തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ആണ് C3 പ്ലാന്റ്സിൽ ഫോട്ടോറെസ്പിറേഷൻ നടക്കുന്നു എന്നതും C4 പ്ലാന്റ്സിൽ ഫോട്ടോറെസ്പിറേഷൻ ആബ്സെൻ്റ് ആണെന്നതും. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ഫോട്ടോറെസ്പിറേഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫോട്ടോറെസ്പിറേഷൻ? In C3 plants,
Some O2 does bind to Rubisco and hence CO2 fixation is decreased. കാൽവിൻ സൈക്കിളിൽ എങ്ങനെയായിരുന്നു? റുബിസ്കോ എൻസൈമിന്റെ ഹെൽപ്പോടെ RuBPയും CO2 കമ്പൈൻ ചെയ്ത് രണ്ട് മോളിക്യൂളോ PGA ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുകയായിരുന്നു. എന്നാൽ റുബിസ്കോയുമായിട്ട് O2 ബൈൻഡ് ചെയ്യുമ്പോൾ CO2 ഫിക്സേഷൻ കുറയുകയും RuBP PGA ആയി കൺവേർട്ട് ചെയ്യുന്നതിന് പകരം RuBP ഫോസ്ഫോഗ്ലിസറേറ്റും ഫോസ്ഫോഗ്ലൈക്കോളേറ്റും ആയി മാറുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ റെസ്പിറേഷൻ എന്നതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണെന്ന് പറയാം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഫോട്ടോ റെസ്പിറേഷനിൽ ഷുഗേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ATPയുടെ സിന്തസിസോ നടക്കുന്നില്ല. മാത്രമല്ല കാൽവിൻ സൈക്കിളിൽ അല്ലെങ്കിൽ C3 സൈക്കിളിൽ എന്താണ് ചെയ്യുന്നത്? CO2 ഫിക്സേഷൻ ആണ് നടക്കുന്നത് അല്ലേ? ഈ ഓൾറെഡി ഫിക്സ് ചെയ്യുന്ന CO2നെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഫോട്ടോ റെസ്പിറേഷൻ. എങ്ങനെയാണ് CO2നെ റിലീസ് ചെയ്യുന്നത്? ഒരു ATP യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് CO2നെ റിലീസ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ATPനെ യൂസ് ചെയ്ത് തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല പുതിയതായിട്ടൊരു ATPയുടെയോ NADPHൻ്റെയോ സിന്തസിസോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് വേസ്റ്റ്ഫുൾ പ്രോസസ് ആണെന്ന് പറയുന്നത്. ATP NADPH ഇതിൻ്റെ ഒന്നും ഫോർമേഷൻ നടക്കുന്നില്ല. മാത്രമല്ല ATPനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. CO2 ഫിക്സേഷൻ വഴി ഫിക്സ് ചെയ്തിരിക്കുന്ന CO2നെയും റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടോട്ടലി നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ ഫോട്ടോ റെസ്പിറേഷൻ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ് എന്ന് പറയുന്നത്. Next question, reaction center of photosystem in green plants during light reaction. ലൈറ്റ് റിയാക്ഷനിലെ ഫോട്ടോസിസ്റ്റത്തിലെ റിയാക്ഷൻ സെൻറ്റർ ഏതാണ് റിയാക്ഷൻ സെൻറ്റർ? ക്ലോറോഫിൽ A ആണ് അല്ലേ? ക്ലോറോഫിൽ A ആണ് റിയാക്ഷൻ സെൻറ്റർ. ബാക്കി ക്ലോറോഫിൽ Bയും കരോട്ടിനോയിഡ്സ് എല്ലാം എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? ആൻറ്റിന പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ അസസറി പിഗ്മെൻറ്റ്സ് ആയിരുന്നു. റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ക്ലോറോഫിൽ A ആണ്. Next question, illustrate the major advantages of C4 plants over C3 plants. C3 പ്ലാന്റ്സിന് ഇല്ലാത്ത എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് C4 പ്ലാന്റ്സിന് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? ഒന്ന്, ഫോട്ടോ റെസ്പിറേഷൻ ഡസ് നോട്ട് ഒക്കർ. C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണെന്ന് പറഞ്ഞു. അത് നടക്കുന്നത് C3 പ്ലാന്റ്സിലാണ്. C4 പ്ലാന്റ്സിൽ ഈ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഷോ റെസ്പോൺസ് ടു ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലും റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി C4 പ്ലാന്റ്സിൽ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് C4 പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജസ്? ഫോട്ടോ റെസ്പിറേഷൻ ഡസ് നോട്ട് occur, can tolerate high temperature, greater productivity, show response to high light intensity. Next question, write any 4 characters of Z scheme electron transport in light reaction. എന്താണ് Z scheme electron transport? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെയാണ് Z സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് Z സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ ഏതെങ്കിലും 4 ക്യാരക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 2 തവണ മുന്നേ പറഞ്ഞതാണ്, സെയിം തന്നെയാണ് ആൻസർ. എന്തൊക്കെയാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ ക്യാരക്ടേഴ്സ്? ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം ഇൻവോൾവ്ഡ് ആണ്. ATPയും NADPHും ഫോം ചെയ്യുന്നുണ്ട്. വാട്ടറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നുണ്ട്. ഓക്സിജന്റെ റിലീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം പലതവണ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇത്തരം ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും പഠിക്കണം. Next question, photosynthesis can be considered as the most significant physicochemical process in Earth. Evaluate this statement with citing any 2 significance. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എർത്തിലെ ഒരു മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സാണ്. ഈ ഒരു ഫോട്ടോസിന്തസിൻ്റെ ഏതെങ്കിലും 2 സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ്. അറിയാലോ, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ് ഫുഡിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു റിലീസ് ഓക്സിജൻ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. CO2 ഫിക്സേഷൻ വഴി ഓക്സിജന് റിലീസ് ചെയ്യാൻ വേണ്ടി, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഫോട്ടോസിന്തസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, plants that are adapted to dry tropical regions have a special type of CO2 fixation in addition to C3 cycle. ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്ന പ്ലാന്റ്സിൽ CO2 ഫിക്സേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് CO2 ഫിക്സേഷൻ ഉണ്ട്. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
C4 സൈക്കിൾ അല്ലേ? C4 സൈക്കിൾ അല്ലെങ്കിൽ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ കാണുന്നത് ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിലാണ്. Next, what is Kranz anatomy? In leaves of C4 plants, around vascular bundles, the bundle sheath cells may form several layers with a large number of chloroplasts, thick walls impervious to gaseous exchange, and no intercellular space. This type of anatomy called Kranz anatomy. എന്താണ് Kranz anatomy? C4 പ്ലാന്റ്സിന്റെ ലീവ്സിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അനാറ്റമി ആണ് Kranz anatomy എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് കാണുന്നത്? വാസ്കുലാർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് സെവറൽ ലെയേഴ്സ് ഓഫ് ബണ്ടിൽ ഷീത്ത് സെൽസ് പ്രസന്റ് ആയിരിക്കും. ഇനി ഈ ബണ്ടിൽ ഷീത്ത് സെൽസിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്? ക്ലോറോപ്ലാസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഈ ബണ്ടിൽ ഷീത്ത് സെൽസിന് തിക്ക് വാൾസ് ആയിരിക്കും. ഈ തിക്ക് വാൾസ് ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ നോ ഇന്റർസെല്ലുലാർ സ്പേസും ആബ്സെന്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള അനാറ്റമിനെയാണ് ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.